ഗുരുസേവയിൽ 50 വർഷം പൂർത്തിയാക്കുന്ന ബ്രഹ്മശ്രീ ഡോക്ടർ സച്ചിദാനന്ദ സ്വാമികളെ ആദരിക്കുന്ന ഈ പുണ്യവേളയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. സ്വാമിജിയുടെ സേവന ജീവിതത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് മാത്രമല്ല ഇത്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ മഹത്തായ ആശയങ്ങളെ ജീവിതത്തിലൂടെ സമൂഹത്തിലേക്ക് പകർന്നു നൽകിയ ഒരു മഹത്തായ ദൗത്യത്തിനുള്ള ആദരവ് കൂടിയായി ഈ ചടങ്ങിനെ നോക്കിക്കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയ ഒട്ടനവധി സന്ദേശങ്ങളുണ്ട്. ആ മഹത്തായ ആശയങ്ങളിൽ ഏറ്റവും വലുത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന മാനവികതയുടെ മഹത്തായ വിളംബരമാണ്. ഈ മുദ്രാവാക്യം എന്നുള്ളത് കേവലമായ ഒരു പ്രഖ്യാപനം മാത്രമല്ല, മറിച്ച് അത് മാനവികതയുടെ സാമൂഹിക നവോത്ഥാനത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ജാതീയമായി ജനങ്ങളെ വേർതിരിച്ചിരുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണാതെ ജാതി അടിസ്ഥാനത്തിൽ മാത്രം തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരുമായി മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ആത്മാഭിമാനത്തിനും സമത്വത്തിനുമടക്കം ഉയർത്തിപ്പിടിച്ച വലിയ സന്ദേശം കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ വരുത്തിയ മാറ്റം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ മഹത്തായ ഗുരുദേവന്റെ ജീവിത ദർശനങ്ങൾ സ്വന്തം ജീവിതവ്രതമാക്കി സമൂഹത്തിലേക്ക് പകർന്നു നൽകുന്ന ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ കഴിഞ്ഞ 50 വർഷമായി ആത്മീയതയുടെയും മാനവികതയുടെയും അതുപോലെ സേവനത്തിന്റെയും പാതയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എത്രയോ മനുഷ്യരുടെ മനസ്സിൽ വെളിച്ചമായി മാറിയതിന് ഞാനും സാക്ഷിയായിട്ടുണ്ട്. സമൂഹത്തെ പ്രകാശമാനമാക്കുന്ന ഇത്തരം വ്യക്തിത്വങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ കാലഘട്ടത്തിന്റെ സമ്പത്താണ്. എങ്ങനെയാണോ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അടക്കമുള്ള കേരളത്തിലെ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ നമ്മുടെ നാടിനെ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യത്വത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവന്നത്, അതിനെ മാറ്റിക്കൊണ്ട് ഇടുങ്ങിയതും സങ്കുചിതവുമായ ചിന്താഗതികളിലൂടെ ഇന്ന് കേരളത്തിലെ സമൂഹത്തിൽ പലപ്പോഴെങ്കിലും പലയിടത്തായി അത്തരം ആശയങ്ങൾ പടരുന്നത് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ ഈ കാലഘട്ടത്തിൽ മറ്റെന്തിനേക്കാൾ പ്രസക്തവുമാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ച് ശക്തരാകുക, വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക എന്ന ഗുരുവചനം അതേ പ്രസക്തിയോടെ നമ്മുടെ മുന്നിലുണ്ട്. ഓരോ ഗുരുവചനവും അക്ഷരാർത്ഥത്തിൽ നമുക്കുള്ള വഴികാട്ടിയാണ്. ഞാൻ അടക്കമുള്ള ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും ശാന്തമായും അതുപോലെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയും മുന്നോട്ട് പോകാൻ അത് നൽകുന്ന ശക്തി ഏറ്റവും അമൂല്യമാണ്. സ്ത്രീ പുരുഷ സമത്വവും സാമൂഹ്യ നീതിയും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനവും ഒക്കെ ഗുരുദർശനത്തിലൂടെ നമുക്ക് വഴികാട്ടികളായിട്ടുണ്ട്. സ്വാമിജിയുടെ സേവന ജീവിതം മനുഷ്യ സേവനവുമായി, ആ ആത്മീയതയെ മനുഷ്യ സേവനവുമായി സമന്വയിപ്പിച്ച മാതൃകാ ജീവിതമായി വിലയിരുത്തുവാൻ നമുക്ക് ഏവർക്കും കഴിയുന്നുണ്ട്. എല്ലാ സാമൂഹിക അനീതിക്കെതിരെയും നമ്മുടെ പ്രിയപ്പെട്ട സ്വാമിജിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ അതീവ ഗൗരവത്തോടുകൂടിയാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഇന്നും കേൾക്കുന്നത്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ വളർച്ചയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തില് സാമൂഹിക ജീവിതത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഒക്കെ ഏറ്റവും വലിയ ഉയർച്ചയിൽ മാനവിക മൂല്യങ്ങൾ അതിനൊപ്പം വളർത്തുക, മനുഷ്യത്വം അതിനൊപ്പം വളർത്തുക എന്ന ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. ആ പാതയിലടക്കം എല്ലാ മേഖലയിലും ശിവഗിരി മഠത്തെ ഏറ്റവും ആത്മീയ ചൈതന്യത്തിന്റെ ഇടമായി കുടികൊള്ളുമ്പോഴും മനുഷ്യർക്ക് ആശ്രയമായി, പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഓടിയെത്താവുന്ന ആശ്രയമായി ഈ മഠത്തെ മാറ്റിയെടുക്കുന്നതിൽ ബ്രഹ്മശ്രീ ഡോക്ടർ സച്ചിദാനന്ദ സ്വാമിജി
അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഒക്കെ വഹിക്കുന്ന വലിയ പങ്കിനെ അത്യാദരപൂർവ്വം ഈ വേളയിൽ ഓർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ സേവനത്തെ മാത്രം നാം ആദരിക്കുകയല്ല, മറിച്ച് മാനവിക ദർശനത്തെ തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന അമൂല്യമായ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്ന സ്വാമിജിയുടെ ഒരുപാട് കാലം ആരോഗ്യത്തോടും അതോടൊപ്പം തന്നെ വലിയ അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശ്രീനാരായണ ഗുരുദേവന്റെ മാനവികതയുടെ സന്ദേശം ഇനിയും കൂടുതൽ സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാതയിൽ നമുക്ക് എല്ലാവർക്കും കൈകോർത്ത് പോകാൻ ഇടയാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി 50 ആണ്ടുകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസിൽ ഏറ്റവും വലിയ കാലഘട്ടമാണ്. ഈ ശിവഗിരി കുന്നുകളിലേക്ക് ഒരു വിദ്യാർത്ഥിയായി ബ്രഹ്മവിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായി കടന്നു വന്ന് ഇന്ന് കേരളീയ സാമൂഹ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ദർശനമായി മാറിയ സ്വാമിജികൾ ഇനിയും ഒരുപാട് കാൽ ഈ കേരളത്തിന് മാർഗദർശിയായി വർത്തിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ സമൂഹത്തിന് കഴിഞ്ഞ 50 വർഷം കൊണ്ട് അതിൻ്റെ വേവനെയും ഗുരുഭക്തിയുടെ പുണ്യത്തിലേക്ക് അനുസ്യൂതം കൊട്ടിക്കൊണ്ടുപോയ സ്നേഹശാസനാധീനമായ ഫോട്ടോ എടുപ്പാണ്.